പല സംശയങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ വരികയാണ്, ദുരൂഹതയേറുകയാണ്. പ്രത്യേകിച്ച് ഒരു ബംഗാളി അവിടെ നേരത്തെ ജോലി ചെയ്തിരുന്നു, ഒരു അന്യസംസ്ഥാന തൊഴിലാളി ജോലി ചെയ്തിരുന്നു. പിന്നീട് ഒരുപാട് ബിസിനസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതെ, ഈ കോട്ടയം നഗരത്തിലെ ഈ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ്. തിരുവാതുക്കലിൽ വിജയകുമാറിനെയും ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവാതുക്കൽ എരുത്തിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് സംഭവം. ആ വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ വിശാലമായ പറമ്പും വലിയ വീടും ഒക്കെയാണുള്ളത്. അവിടെ ജോലി ചെയ്തിരുന്ന ബംഗാൾ സ്വദേശിയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇനി കണ്ടെത്തേണ്ടത്. ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്നു, അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന സ്ത്രീയാണ് രാവിലെ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. മാത്രമല്ല, അവിടെ സമീപവാസികളിൽ വരുന്ന ആളുകൾക്ക് അവർക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. കാരണം അവരൊക്കെ കേട്ടറിഞ്ഞ് വരുന്നവരാണ്. അപ്പോൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷന്റെ ഭാഗമാണ് ആ വീട് നിൽക്കുന്നത്. പക്ഷേ പരിസരത്ത് അങ്ങനെ വീടുകളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് എന്തായാലും കൂടുതൽ പരിശോധനയിലേക്ക് പോകേണ്ടി വരും. കാരണം ഗൃഹനാഥന്റെ മൃതദേഹം ആദ്യ മുറിയിലാണ്, ബെഡ്റൂമിലാണ് ഭാര്യ. വസ്ത്രങ്ങൾ ഇല്ലായിരുന്നു. മെച്ചപ്പെട്ട നിലയ്ക്ക് കോട്ടയം നഗര നടുവിൽ തന്നെ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു വലിയ ഓഡിറ്റോറിയവും ഹോട്ടലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന, എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരു കുടുംബമാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങളില്ല. പ്രാഥമികമായും കൊലപാതകമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനകൾ ലഭ്യമാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒരു ബംഗാളിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. അല്ല, അത് പോലീസ് നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. എന്തായാലും വളരെ വിദഗ്ധ പരിശോധന നടക്കുകയാണ്. കാരണം വിരലടയാളം, അതുപോലെ തന്നെ ആയുധങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെ ലഭ്യമാണെങ്കിൽ പോലും അതിൽ വസ്തുതകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനകം അതിൻ്റെ സൂചനകൾ ലഭ്യമാകും. കാരണം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ടെലിഫോൺ നമ്പറുകൾ, മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ വ്യക്തമാക്കാവുന്നതാണ്. എന്തായാലും നാടിനെ നടുക്കിയൊരു കൊലപാതകമാണ്. എല്ലാ തരത്തിലും അന്തസ്സായി ജീവിച്ചിരുന്ന ഒരു ദമ്പതികൾക്ക് ഇതുപോലൊരു ദുരന്തമുണ്ടായി. രണ്ടുപേരുടെ മൃതദേഹങ്ങൾ രണ്ട് സ്ഥലത്തായിരുന്നു, കിടപ്പുമുറിയിലും പുറത്തുമായിരുന്നു. അപ്പോൾ അതെല്ലാം വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോഷണത്തിനുള്ള സാധ്യത ഇല്ല എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. കാരണം ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു വീടാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് നിഗമനങ്ങളിലേക്ക് എത്താറായിട്ടില്ല. കാരണം ശാസ്ത്രീയ പരിശോധനയിലാണ് വസ്തുതകൾ പുറത്തു വരിക, ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച്. എന്തായാലും കൊലപാതകമാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. നാടിനാകെ വേദനയുണ്ടാക്കിയ കൊലപാതകം. ആയിട്ടില്ല. വളരെ വ്യക്തിപരമായിട്ട്. അതെ, അവര് കോട്ടയത്ത് CIT ഓഫീസിനോട് ചേർന്നാണ് ഇവരുടെ ഇത്. എല്ലാ തരത്തിലും ഞങ്ങൾ എപ്പോഴും പലതരത്തിലും സഹകരിക്കുന്ന കുടുംബമാണ്. അത് ഒരു മെച്ചപ്പെട്ട ജീവിതമുള്ളവരാണ് അവർ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ പ്രതികരിച്ചത് CPM സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ. അദ്ദേഹം കോട്ടയത്തുകാരനാണ്. K. അനിൽകുമാറിന് നേരിട്ടറിയാവുന്ന വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് വിജയകുമാറിന്റെ ഭാര്യ മീര വിജയകുമാർ എന്നിവരാണ് ഇന്ന് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ്. സാമ്പത്തികമായി മെച്ചമായ നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്.